അമേരിക്കയിലെ മിഷിഗണിലാണ് ജൂത സിനഗോഗിന് നേരെ ആക്രമണം നടന്നത്. സിനഗോഗിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ ആക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. വാഹനമിടിച്ച് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. ആക്രമണത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും FBI അധികൃതർ അറിയിച്ചു. ഡിട്രോയിറ്റ് നഗരത്തിനടുത്ത് 12,000 അംഗങ്ങളുള്ള ടെമ്പിൾ ഓഫ് ഇസ്രായേൽ സിനഗോഗിൽ മാർച്ച് 12-ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത്. സിനഗോഗിലെ പ്രൈമറി സ്കൂളിൽ 140ഓളം കുട്ടികളുണ്ടായിരുന്ന സമയത്തായിരുന്നു ആക്രമണം നടന്നത്. ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും FBI വ്യക്തമാക്കി. ദേവാലയത്തിന് മുൻവശത്തെ പ്രവേശന കവാടത്തിലൂടെ അക്രമി വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു. വാഹനത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ മിഷിഗണിൽ താമസിക്കുന്ന ലബനൻ വംശജനാണെന്നാണ് പ്രാഥമിക വിവരം. ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇയാളുടെ പേരിലാണ്. അക്രമിയുടെ കുടുംബങ്ങളിൽ ചിലർ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇറാനുമായി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള സിനഗോഗുകൾ ജാഗ്രത പാലിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.